ഈ ഞായറാഴ്ച രാവിലെയും നിങ്ങളുടെ ഹൃദയം വിശ്രമിക്കാൻ മറന്നുപോയതുപോലെ തോന്നുന്നുണ്ടോ? ആഴ്ച കഴിഞ്ഞു, പക്ഷേ ഭാരം കഴിഞ്ഞില്ലെന്ന് ഉള്ളിൽ പറയുന്നുണ്ടോ? കുർബാനയുടെ ദിവസമായിട്ടും മനസ്സ് കടത്തിലും ബില്ലിലും കുടുങ്ങിക്കിടക്കുകയാണോ? കുട്ടികളുടെ പഠനത്തിലും വിസ കാത്തിരിപ്പിലും മനസ്സ് ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുകയാണോ? അമ്മേ, അപ്പ, ക്ഷീണിച്ച ഈ ഞായറാഴ്ചയും യേശു കാണുന്നുണ്ട്. നിങ്ങൾ ചിരിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ ശ്വാസം ഭാരമാണെന്ന് അവിടുന്ന് അറിയുന്നു. വീട്ടിലെല്ലാവരും കൂടെയുണ്ടെങ്കിലും ഹൃദയങ്ങൾ അകന്നുപോയതുപോലെ തോന്നാം. മക്കൾ പുസ്തകത്തിനും ഫോണിനും ഇടയിൽ കുടുങ്ങി നിൽക്കും. മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തിനും കണ്ണുനീരിനും ഇടയിൽ നിശബ്ദരാകും. ഭർത്താവും ഭാര്യയും സംസാരിച്ചാലും വീട്ടുചുമതലകളിൽ മാത്രം വാക്കുകൾ നിൽക്കും. പ്രാർത്ഥന തുടങ്ങണം എന്ന് മനസ്സാഗ്രഹിക്കും, പക്ഷേ ശരീരം ക്ഷീണിക്കും. പക്ഷേ ഇന്ന് യേശു നിങ്ങളെ കുറ്റപ്പെടുത്താതെ വിളിക്കുന്നു. എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. കേരളത്തിലെ ഞായറാഴ്ച പള്ളിമണി ഓർക്കുക. ഒരു ആഴ്ച മുഴുവൻ ഗ്രാമം ശബ്ദത്തിലും തിരക്കിലും പാഞ്ഞോടിയിരിക്കും. ചന്ത, ജോലി, സ്കൂൾ, ബസ്, ആശുപത്രി, ബാങ്ക്, കട, ഫോൺ വിളികൾ എല്ലാം കഴിഞ്ഞിരിക്കും. പക്ഷേ ഞായറാഴ്ച രാവിലെ പള്ളിമണി മുഴങ്ങുമ്പോൾ അത് ആരെയും ശകാരിക്കുന്നില്ല. അത് മൃദുവായി വിളിക്കുന്നു. ദൈവസാന്നിധ്യത്തിലേക്ക് തിരികെ വരൂ, കുർബാനയിലേക്ക് വരൂ, ഹൃദയത്തിന് വിശ്രമം കിട്ടുന്ന സ്ഥലത്തേക്ക് വരൂ. അങ്ങനെ തന്നെയാണ് യേശുവിൻ്റെ സ്വരം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ മുഴങ്ങുന്നത്. ക്ഷീണിച്ച കുടുംബമേ, എൻ്റെ അടുക്കൽ വരൂ. ഭാരം ചുമക്കുന്ന അമ്മേ, എൻ്റെ അടുക്കൽ വരൂ. മൗനമായ അപ്പ, എൻ്റെ അടുക്കൽ വരൂ. ദൂരെ പോയ മകനെ, മകളെ, എൻ്റെ അടുക്കൽ വരൂ. ഈ വീട്ടിനെ യേശു സമാധാനത്തിലേക്ക് വിളിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഈ വചനം ക്ഷീണിച്ച കുടുംബത്തിന് ഒരു ഞായറാഴ്ച മണിനാദം പോലെയാണ്. യേശു ആദ്യം പ്രശ്നങ്ങളുടെ പട്ടിക ചോദിക്കുന്നില്ല. അവിടുന്ന് ആദ്യം ഹൃദയത്തെ വിളിക്കുന്നു. വരൂ എന്നാണ് അവിടുന്ന് പറയുന്നത്. എല്ലാം ശരിയാക്കിയിട്ട് വരൂ എന്നല്ല, കണ്ണുനീരോടെ വരൂ. ക്ഷീണത്തോടെയും സംശയത്തോടെയും വരൂ. കുടുംബത്തിൻ്റെ പൂർത്തിയാകാത്ത ഭാരങ്ങളോടെയും വരൂ. ഞാൻ നിങ്ങളെ സ്വീകരിക്കും എന്നാണ് യേശു പറയുന്നത്. വിശ്രമം എന്നത് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം മാത്രമല്ല. യേശുവിൻ്റെ ഹൃദയത്തിൽ ഭാരം വെച്ച് ശ്വാസമെടുക്കാൻ കഴിയുന്ന കൃപയാണ് വിശ്രമം. ഒരു കേരള കത്തോലിക്ക വീട്ടിലെ ഞായറാഴ്ച രാവിലെ ഓർക്കുക. മേശപ്പുറത്ത് അടയ്ക്കാത്ത ബില്ലുകൾ കിടക്കുന്നു. വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പർ അതേപടി അവിടെയുണ്ട്. കുട്ടിയുടെ സ്കൂൾ പുസ്തകങ്ങൾ തുറന്നുകിടക്കുന്നു. വിസ ഫയൽ വീണ്ടും കണ്ണിൽപ്പെടുന്നു. ജോലി തിരച്ചിലിൻ്റെ മൗനം വീട്ടിൽ ഒരു ഭാരമായി നിൽക്കുന്നു. ഗൾഫിലോ യുകയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മ മനസ്സിൽ വരുന്നു. കുട്ടികൾ കുർബാനയ്ക്ക് തയ്യാറാകാൻ മടിക്കുന്നു. വീട്ടിൽ ശബ്ദമില്ല, പക്ഷേ ഉള്ളിൽ വേദനയുണ്ട്. അമ്മയോ അപ്പനോ ഒരു നിമിഷം തളർന്നു നിൽക്കുന്നു. പിന്നെ പള്ളിമണി മുഴങ്ങുന്നു. ആ ശബ്ദം ഹൃദയത്തെ മൃദുവായി തൊടുന്നു. ശകാരിക്കാൻ പകരം ആ മാതാപിതാവ് ഹോം ആൾട്ടറിന് മുന്നിൽ നിൽക്കുന്നു. യേശുവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു ചെറിയ മെഴുകുതിരി കൊളുത്തുന്നു. കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്നു. പിന്നെ ശാന്തമായി പറയുന്നു, യേശുവേ, എൻ്റെ കുടുംബത്തെ നിന്റെ സമാധാനത്തിലേക്ക് തിരികെ വിളിക്കണമേ. ആ നിമിഷമെല്ലാം മാറിയില്ല. പക്ഷേ വീട്ടിലൊരു ചെറിയ വെളിച്ചം തെളിഞ്ഞു. ക്ഷീണിച്ച ഞായറാഴ്ച വീണ്ടും ദൈവത്തിൻ്റെ ദിവസമായി തുടങ്ങി. കർത്താവായ യേശുവേ, ഈ ഞായറാഴ്ച ക്ഷീണിച്ച കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു ആഴ്ച മുഴുവൻ ഉത്തരവാദിത്വം വഹിച്ച് തളർന്ന മാതാപിതാക്കൾക്ക് വിശ്രമം നൽകണമേ. അടയ്ക്കാത്ത ബില്ലുകൾ കണ്ടുപേടിക്കുന്ന വീടുകളിൽ സമാധാനം തരണമേ. വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ നിശബ്ദരായ അപ്പന്മാരെയും അമ്മമാരെയും ശക്തിപ്പെടുത്തണമേ. വീട്ടുവാടകയും വീട്ടുചെലവും മനസ്സിനെ ഞെരുക്കുമ്പോൾ ജ്ഞാനം നൽകണമേ.
കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് പേടിക്കുന്ന മാതാപിതാക്കൾക്ക് ക്ഷമ നൽകണമേ. ഫോണിൽ മുങ്ങിപ്പോകുന്ന മക്കൾക്ക് ആത്മനിയന്ത്രണം നൽകണമേ. പുസ്തകം തുറക്കുമ്പോൾ ഭയം വരുന്ന കുട്ടികൾക്ക് ശാന്തത നൽകണമേ. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന മക്കളുടെ മനസ്സ് പ്രകാശിപ്പിക്കണമേ. വീട്ടിൽ പ്രാർത്ഥന കുറയുമ്പോൾ വീണ്ടും ചെറിയ ആഗ്രഹം ഉണർത്തണമേ. യേശുവേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ സമാധാനത്തിലേക്ക് വിളിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വീട്ടിൽ മൊതുവായി പ്രവർത്തിക്കണമേ. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള മൗനം കരുണയുള്ള വാക്കുകളാക്കി മാറ്റണമേ. ഉത്തരവാദിത്വം മാത്രം സംസാരിക്കുന്ന ബന്ധത്തിൽ വീണ്ടും സ്നേഹത്തിൻ്റെ ശബ്ദം കേൾക്കപ്പെടട്ടെ. കുട്ടികളുടെ അകലം കാണുമ്പോൾ കോപമല്ല, ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. മാതാപിതാക്കളുടെ ക്ഷീണം മനസ്സിലാക്കാൻ മക്കളുടെ ഹൃദയം തുറക്കണമേ. കുടുംബാംഗങ്ങൾ ഒരേ വീട്ടിൽ ഇരിക്കുമ്പോഴും അന്യരായി തോന്നാതിരിക്കട്ടെ. ഒന്നിച്ചുള്ള ഭക്ഷണമേശ വീണ്ടും അനുഗ്രഹത്തിൻ്റെ സ്ഥലമാകട്ടെ. ബന്ധുക്കളുടെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ സമാധാനം തകരാതിരിക്കട്ടെ. മറ്റുള്ളവരുടെ കുടുംബവുമായി ഞങ്ങളെ താരതമ്യം ചെയ്യാതിരിക്കാൻ വിനയം തരണമേ. പറയാത്ത കണ്ണുനീർ പോലും പ്രാർത്ഥനയായി സ്വീകരിക്കണമേ. പള്ളിമണി പോലെ ഞങ്ങളുടെ ഹൃദയം വീണ്ടും യേശുവിലേക്ക് തിരിയട്ടെ. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിൽ ഞങ്ങളുടെ വീടുകളെ മാതൃസ്നേഹത്തോടെ മൂടണമേ. കുർബാനയ്ക്ക് പോകാൻ മനസ്സ് ക്ഷീണിച്ചിരിക്കുന്നവരെ നീ മൃദുവായി നയിക്കണമേ. ജപമാല കയ്യിൽ എടുക്കാൻ തളർന്നുപോയവർക്കു സ്നേഹം തരണമേ. ഹോം ആൾട്ടറിന് മുമ്പിൽ നിൽക്കാൻ പോലും ഭാരമായി തോന്നുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ വീട്ടിലെ ചെറിയ മെഴുകുതിരി ഞായറാഴ്ച സമാധാനത്തിൻ്റെ അടയാളമാകട്ടെ. ഗൾഫിലും യുകയിലും കാനഡയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും കഴിയുന്ന പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെയുള്ളവരുടെ ഏകാന്തതയും വീട്ടിലുള്ളവരുടെ കാത്തിരിപ്പും അങ്ങയുടെ കരുണയിൽ ചേർക്കണമേ. വിസ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ക്ഷമ നൽകണമേ. ജോലി അന്വേഷിക്കുന്ന മക്കൾക്ക് ധൈര്യം നൽകണമേ. ആരോഗ്യഭയത്തിൽ കഴിയുന്നവർക്ക് നല്ല സഹായവും പരിചരണവും ലഭിക്കട്ടെ. യേശുവെ, ക്ഷീണിച്ച ഞങ്ങളുടെ വീട്ടിൽ വിശ്രമം തരണമേ. പിതാവേ, ഞങ്ങളുടെ പഴയ ഭാരങ്ങൾ ഞായറാഴ്ചയുടെ സമാധാനം കവർന്നെടുക്കാതിരിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയുടെ വാക്കുകൾ വീണ്ടും വഴക്കായി മടങ്ങിവരാതിരിക്കട്ടെ. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന പകകൃപയിൽ അലിഞ്ഞു പോകട്ടെ. സുരക്ഷിതമായിടത്ത് ചെറിയൊരു ക്ഷമയുടെ വാതിൽ തുറക്കണമേ. മുറിവുകളുള്ളപ്പോൾ സഹായം തേടാൻ ഞങ്ങൾക്ക് ജ്ഞാനം തരണമേ. വീട്ടിലെ സമാധാനത്തിനായി സംസാരിക്കേണ്ടിടത്ത് മൗനമായി കിടക്കാതിരിക്കട്ടെ. ഗൗരവമായ വേദനകൾ ഉണ്ടെങ്കിൽ വിശ്വസ്തരായവരോടും വൈദികനോടും നല്ല ഉപദേശകരോടും സഹായം തേടാൻ ധൈര്യം തരണമേ. പ്രാർത്ഥന ഞങ്ങൾക്ക് ബലം നൽകട്ടെ. പ്രാർത്ഥന നല്ല തീരുമാനങ്ങളിൽ നിന്ന് നമ്മെ അകറ്റാതിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഞങ്ങളുടെ വീട്ടിൽ ശരിയായ വഴികൾ തുറക്കട്ടെ. ഈ വീട്ടിനെ യേശു സമാധാനത്തിലേക്ക് വിളിക്കുന്നു. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ മക്കളുടെ ഭാവി അങ്ങയുടെ കരുണയിലാണ്. എൻ്റെ കടവും കാത്തിരിപ്പും അങ്ങയുടെ വെളിച്ചത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ജോലിയും പഠനവും അങ്ങയുടെ കൃപയിൽ ഞാൻ വെക്കുന്നു. എൻ്റെ വീട്ടിലെ മൗനവും ക്ഷീണവും അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ദൂരെയുള്ള പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ സംരക്ഷണത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ പഴയ ഭാരങ്ങളെ ഇന്ന് കുരിശിൻ്റെ ചുവട്ടിൽ ഞാൻ വെക്കുന്നു. എനിക്ക് വിശ്രമം വേണം കർത്താവേ. എൻ്റെ കുടുംബത്തിന് വിശ്രമം വേണം. ഞങ്ങളെ വീണ്ടും പ്രാർത്ഥനയിലേക്ക് വിളിക്കണമേ. ഞങ്ങളെ വീണ്ടും കുർബാനയുടെ സ്നേഹത്തിലേക്ക് വിളിക്കണമേ. ഞങ്ങളെ വീണ്ടും കുടുംബസമാധാനത്തിലേക്ക് വിളിക്കണമേ. ചിലപ്പോൾ ഞായറാഴ്ച പോലും മനസ്സ് നിശ്ചലമാകില്ല. ശരീരം വീട്ടിലായിരിക്കും, പക്ഷേ ചിന്ത നാളത്തെ ബസ്സിലായിരിക്കും. മനസ്കടയുടെ കണക്കിലായിരിക്കും. ഹൃദയം വിസയുടെ മറുപടിയിലായിരിക്കും. കണ്ണ് കുട്ടികളുടെ പുസ്തകത്തിലായിരിക്കും. ഉള്ളിൽ പഴയ മുറിവുകളുടെ ശബ്ദം കേൾക്കും. അപ്പോൾ പള്ളിമണി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, മറ്റൊരു ശബ്ദവും അവസാന വാക്കല്ല. യേശുവിൻ്റെ വിളിയാണ് അവസാന ആശ്വാസം. അവിടുന്ന് വീണ്ടും പറയുന്നു, എൻ്റെ അടുക്കൽ വരൂ,
ഭാരം വെച്ച് വിശ്രമിക്കൂ. നിന്റെ കുടുംബത്തെ എൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കൂ. ഇന്ന് ഞായറാഴ്ചയാണ്. ഭയം മുഴുവനും പിടിച്ചു നിർത്താനുള്ള ദിവസമല്ല, യേശുവിലേക്ക് മടങ്ങിവരാനുള്ള ദിവസമാണ്. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കുക. നിങ്ങളുടെ വീട്ടിലെ ഓരോ മുഖവും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ക്ഷീണിച്ച അമ്മയെ ഓർക്കൂ, മൗനമായ അപ്പനെ ഓർക്കൂ, ഫോണിൽ മുങ്ങിയ മകനെ ഓർക്കൂ, പഠനഭയത്തിൽ നിശബ്ദയായ മകളെ ഓർക്കൂ, ദൂരെയിരിക്കുന്ന പ്രിയപ്പെട്ടവനെ ഓർക്കൂ. ഒറ്റയ്ക്ക് വേദനിക്കുന്ന നിങ്ങളെയും യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരൂ. ശാന്തമായി പറയൂ, യേശുവേ, എൻ്റെ ക്ഷീണിച്ച കുടുംബത്തിന് വിശ്രമം തരണമേ. ഞങ്ങളെ നിന്റെ സമാധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. കഴിയുമെങ്കിൽ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുക. അത് കഴിയുന്നില്ലെങ്കിൽ ഹോം ആൾട്ടറിന് മുമ്പിൽ കുറച്ച് നിമിഷം ശാന്തമായി ഇരിക്കുക. ഓരോ കുടുംബാംഗത്തെയും പേര് പറഞ്ഞ് യേശുവിന് സമർപ്പിക്കുക. പിന്നെ പതുക്കെ പറയുക, യേശുവെ, എൻ്റെ ക്ഷീണിച്ച കുടുംബത്തിന് വിശ്രമം തരണമേ. ഞങ്ങളെ നിന്റെ സമാധാനത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ. ദീർഘമായ പ്രാർത്ഥന വേണമെന്നില്ല, സത്യമായ ഒരു മടങ്ങിവരവ് മതി. പള്ളിമണി മുഴങ്ങുമ്പോൾ ഗ്രാമം പള്ളിയിലേക്ക് തിരിയുന്നതുപോലെ നിങ്ങളുടെ ഹൃദയം യേശുവിലേക്ക് തിരിയട്ടെ. ഈ വീട്ടിനെ യേശു സമാധാനത്തിലേക്ക് വിളിക്കുന്നു. കമൻറ്റിൽ യേശുവെ, എൻ്റെ കുടുംബത്തിന് വിശ്രമം തരണമേ എന്ന് എഴുതുക. ഭാരമുള്ള ആഴ്ച കഴിഞ്ഞ് സമാധാനം തേടുന്ന ഒരു കുടുംബത്തിന് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുക. അവർക്ക് ഒരു സാധാരണ സന്ദേശമാകില്ല, ഞായറാഴ്ച പള്ളിമണി പോലെ യേശുവിലേക്ക് മടങ്ങാനുള്ള മൃദുവായ വിളിയാകാം. കർത്താവായ യേശുവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് വിശ്രമം നൽകണമേ. അവരുടെ വീടുകളിൽ ഞായറാഴ്ച സമാധാനം നിറയട്ടെ. അവരുടെ മക്കൾ അങ്ങയുടെ സംരക്ഷണത്തിൽ വളരട്ടെ. അവരുടെ മാതാപിതാക്കൾ അങ്ങയുടെ കരുണയിൽ ശക്തി കണ്ടെത്തട്ടെ. അവരുടെ കടവും കാത്തിരിപ്പും ഭാവി ഭയവും അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കപ്പെടട്ടെ. അവരുടെ കുർബാന സ്നേഹം പുതുക്കപ്പെടട്ടെ. അവരുടെ കുടുംബ പ്രാർത്ഥന വീണ്ടും ചെറിയ വെളിച്ചമായി തെളിയട്ടെ. പരിശുദ്ധാത്മാവ് ചിതറിപ്പോയ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ ഈ വീട്ടിനെ മൃദുവായ മാതൃസ്നേഹത്തോടെ മൂടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ചയുടെ വിശ്രമവും സമാധാനവും നിലനിൽക്കട്ടെ. ആമേൻ.